ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹിച്ചിട്ട് അവരെ അവസാനം വിട്ട് കളയേണ്ടി വന്നിട്ടുണ്ടോ? അവർ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ആളല്ല, അയാൾ നിങ്ങളെ വിട്ടു പോകൂ എന്നറിഞ്ഞിട്ടും അവരെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ ശരിക്കും സ്നേഹിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ദൂരേക്ക് തള്ളിവിടുകയാണ്. അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ഒരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഉള്ള സ്പേസ് ആണെങ്കിൽ തുറന്ന് കൊടുക്കുന്നുമില്ല. വെൽക്കം ബാക്ക് ടു ബ്രിൻടോ ദ എൻസു. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച് തീർക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിലൊന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യമാണ് ചില ബന്ധങ്ങളെ വിട്ടുകളയുക. എനിക്കറിയാം, ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. നമ്മൾ കാണുന്നു, പരിചയപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു, ചിരിക്കുന്നു, കരയുന്നു, ഒരുപാട് മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുന്നു. നമുക്കൊന്ന് ഇവരാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന ആൾ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് അവർ മാറുകയാണ്. ഇത്രയും നാളും കണ്ടിരുന്ന ഒരാളല്ല നമ്മൾ പിന്നെ അവർ കാണുന്നത്. നമ്മൾ മാത്രം അവർ പോകാതിരിക്കാൻ നമ്മൾ തന്നെ കഴിയുന്നത്രയും പിടിച്ച് അവരെ തിരിച്ച് ഈ റിലേഷൻഷിപ്പിലേക്ക്, അതായത് സ്പൈഡർമാൻ്റെ അകത്ത് സ്പൈഡർമാൻ ട്രെയിൻ പിടിച്ച് നിർത്തുന്നതിലെ രണ്ടറ്റോ എങ്ങനെയെങ്കിലും കൂട്ടിമുട്ടിച്ച് അതിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ ഒരു പക്ഷേ പല രീതിയിൽ പല സമയത്തായിട്ട് കാണിച്ചിട്ടുണ്ടാവാം ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത്. പക്ഷെ അതിന് ആ സയൻസിനെല്ലാം ഇഗ്നോർ ചെയ്ത് വീണ്ടും എന്തെങ്കിലും അവർ മാറും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കും എഫേർട്ട് ഇട്ടാലല്ലേ റിലേഷൻഷിപ്പ് നന്നായി പോവുകയുള്ളൂ. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കാത്തൊരു സത്യം, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ ഒറ്റയ്ക്കുള്ള കടമയല്ല. നമ്മൾ എഫേർട്ട് ഇടണം തീർച്ചയായിട്ടും. പക്ഷേ ഒരു പരിധിക്ക് ശേഷം രണ്ടുപേരുടെ എഫേർട്ട് ഇല്ലാതെ ആ റിലേഷൻഷിപ്പ് പോവില്ല. ഞാൻ വൈകി മനസ്സിലാക്കിയ ഒരു സത്യമാണത്. അതായത് നമ്മൾ ഈ റിലേഷൻഷിപ്പുകളിൽ നമ്മൾ വല്ലാണ്ടധികം എഫേർട്ട് ഇട്ട് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് സ്നേഹമല്ല, അതിനപ്പുറം ഭയമാണ്. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകുമെന്നുള്ള ഭയം. ഇത് ഒരു തവണ കൊണ്ടൊന്നും ഞാൻ പഠിച്ചില്ല, പല ആവർത്തി കൊണ്ടാണ് ഞാൻ ഈ സത്യം മനസ്സിലാക്കുന്നത്. അതായത് നമുക്ക് പറ്റിയൊരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരില്ല. അത് സിമ്പിളായിട്ട് പറയാം. അതായത് നമുക്ക് എപ്പോഴാണ് ഒരു കാര്യം എഫേർട്ടായി തോന്നുന്നത്, നമുക്ക് ആ കാര്യം താല്പര്യം ഇല്ലാഞ്ഞിട്ടും നമ്മളത് ചെയ്യുമ്പോഴാണ് ആക്ച്വലി അത് എഫേർട്ടായിട്ട് തോന്നുന്നത്. അല്ലാത്ത പക്ഷം ഇറ്റ്സ് എ നോർമൽ തിങ്. സ്ഥിരമായി ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ജിമ്മിൽ പോകുന്ന ഒരു എഫേർട്ടായി തോന്നില്ല, കാരണം അയാൾ സ്ഥിരമായി ചെയ്യുന്നൊരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ സ്ഥിരമായി ജിമ്മിൽ പോകാത്ത ഒരാൾക്ക് അതൊരു എഫേർട്ടാണ്, അയാൾ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അതിലേക്ക് പോവുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ റിലേഷൻഷിപ്പുകളിലും നമ്മളുടെ പാർട്ട്ണറിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതിനെ നമ്മളൊരു എഫേർട്ടായിട്ട് പറയില്ല, കാരണം നമ്മൾക്ക് അയാളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങൾ, പല രീതികളാണതല്ല. കൈകോർത്ത് പിടിക്കുന്നതും അടുത്തിരിക്കുന്നതും അയാളുടെ വിഷമങ്ങളൊക്കെ കേൾക്കുന്നതും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും എല്ലാം. പക്ഷെ അതിനെ നമ്മളൊരു എഫേർട്ട് എന്ന് വിളിക്കേണ്ടി വരുന്നത് റിലേഷൻഷിപ്പിന് ഒരിക്കലും ഹെൽത്തി അല്ല. അപ്പം നമ്മളിടുന്ന എഫേർട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ഓരോ കാര്യവും അതിനെ എഫേർട്ട് എന്ന് വിളിക്കേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഈവൻ കൺസിഡർ ഇറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഈ നഷ്ടപ്പെട്ട റിലേഷൻഷിപ്സ് ഒരു പക്ഷേ നമ്മളെ റിയൽ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കിച്ച് തരാൻ ഒരു പക്ഷേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നതിൽ അതിലൊരു ചാപ്റ്റർ മാത്രമായിരിക്കും അവർ വന്ന് നമ്മളെ ചില കാര്യങ്ങളെ പഠിപ്പിച്ച് തന്നിട്ട് പോവുകയായിരിക്കും. ഒരു പക്ഷേ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആകാൻ പാടില്ല എന്നത് നമ്മളത് മനസ്സിലാക്കണം. എല്ലാവരും നമ്മുടെ ലൈഫിൽ നിൽക്കില്ല, നമുക്കറിയാവുന്നൊരു സത്യമാണ്. നമ്മളെ വിട്ടുപിരിഞ്ഞ ആളുകളാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെക്കാൾ എണ്ണത്തിൽ നോക്കിയാൽ കൂടുതൽ. അതൊരു ജീവിത സത്യമാണ്. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ അങ്ങനെ വിട്ട് കളയണം. പകരം അതിന് അനാവശ്യ എഫേർട്ട് ഇടുമ്പോൾ നിങ്ങളുടെ നല്ല റിലേഷൻഷിപ്പിനെ നിങ്ങളൊരു പക്ഷേ വേണ്ട അത്ര കെയർ കൊടുക്കാതെയും നശിപ്പിക്കുകയും ചെയ്തെന്ന് വരാം. അതായത് ടോക്സിക് ആയിട്ടുള്ള ഒരാൾ ലൈഫിലുണ്ട് എന്നിരിക്കട്ടെ, അയാൾ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ. ആ പോകുന്നതിന് പകരം അയാളെ വീണ്ടും തിരിച്ചു പിടിച്ച് നിർത്താൻ നിങ്ങൾ എഫേർട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരാൾക്ക് ആ പൊസിഷനിലേക്ക് വരാനുള്ള ഒരു അവസരം നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് ആപ്റ്റായിട്ടല്ലാത്ത ഒരാളെ നഷ്ടപ്പെടുന്നത് അഫ്കോഴ്സ് ജോസഫ് അന്നൻകുട്ടി ജോസഫ് പറഞ്ഞു, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ബ്രേക്കപ്പ് നോട്ട് എ ബ്രേക്ക് ഡൗൺ. അതായത് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ആവുകയാണ് നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ഒരാൾക്ക് വന്ന് കയറാൻ. സത്യം പറയാമല്ലോ, ഈ ഡീപ്പായിട്ടുള്ള കണക്ഷൻസ് ഒന്നും നമുക്ക് അത്ര പെട്ടെന്ന് കളയാൻ പറ്റില്ല. അപ്പം നമ്മളെ വിട്ടുപോകുന്ന അവരത്രയധികം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും ഡീപ്പായിട്ട് കണക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരായിരിക്കാം. അവരെ നമുക്ക് നന്നാക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ളവരെ ലൈഫിൽ നിന്ന് അവർ വിട പറഞ്ഞു പോകുമ്പോൾ ഇത്തിരി വേദനയോടെ ആണെങ്കിലും ബൈ പറഞ്ഞു പോകാൻ അവരെ അനുവദിക്കുക.
ഒരുപാട് പേര് ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ പുകഴ്ത്തി പാടാറുണ്ടല്ലോ, ഈ എഫേർട്ടൊന്നും വേണ്ട, അതൊന്നും വേണ്ട, ഇതുണ്ട. അതൊരു റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ ലൈക്ക് ആ ഫ്ലോയിലേക്ക് വന്നോട്ടെ. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വഴക്കിടുന്നില്ല എന്നാണോ, നിങ്ങൾ പിണങ്ങുന്നില്ല എന്നാണോ, നിങ്ങൾക്ക് സ്വരച്ചേർച്ചയില്ലായ്മയും അതേപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന മൊമെൻറ്റ്സും എല്ലാം ഇല്ലേ അതില്ല. അപ്പം ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന അതേ കെയർ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊടുത്തൂടെ? ആ ഒരു സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന ആൾക്ക് മാത്രം നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പരിചരണവും കൊടുക്കുക. അതായത് ലെറ്റിംഗ് ഗോ, വിട്ട് കളയുന്നതെല്ലാം നിങ്ങൾക്ക് നഷ്ടമല്ല, ആക്ച്വലി നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങൾ വരാനുള്ള ഒരു അവസരമാണ്. ഈവൻ സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത് എന്താണ്? നിങ്ങളെ കോൺസ്റ്റൻറ്റ് സ്ട്രെസ്സിലിടുന്ന റിലേഷൻഷിപ്സ് നിങ്ങളെ ഫിസിക്കലി വീക്കാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മെൻ്റലി ഹാപ്പി ആക്കുന്ന റിലേഷൻഷിപ്സ്, യെസ് ഡെഫിനറ്റ്ലി ദേ മേക്ക് യു സ്ട്രോങ്. ഇതെൻ്റെ നേരത്തെ എപ്പിസോഡിലായിട്ടുള്ള ഇക്കിഗായിയുടെ ബുക്കിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, മാവോയി എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ലിങ്ക് ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്സ് അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, വർക്ക് പ്ലേസിലെ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ലൈക്ക് ലെറ്റ് ഇറ്റ് ബി സ്ട്രെസ് ഫ്രീ. വഴക്കുകളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, സ്വരച്ചേർച്ച, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കൂ. അതിനപ്പുറത്തേക്ക് നമ്മളെ ടോട്ടലി നോക്കുമ്പോൾ നമ്മുടെ ലൈഫിനൊരു വാല്യൂ തോന്നിപ്പിക്കുന്ന അല്ല ആ റിലേഷൻഷിപ്പെങ്കിൽ വേദനയോടെ ആണെങ്കിൽ എത്രയധികം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും അതിനെ വിട്ടുകൊടുക്കേണ്ടി വരും. അതേപോലെ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിലും യാതൊരു തെറ്റുമില്ല. പക്ഷേ ഓർക്കുക, നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്ക് മാത്രമാകരുത്, രണ്ട് സൈഡിൽ നിന്നും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഉണ്ടാവണം. ഈ പറഞ്ഞതിൽ ഒരു പക്ഷേ ഒരു പ്രശ്നം കാണാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്, അപ്പുറത്തെ ആൾ എഫേർട്ട് ഇടുന്ന കണ്ടില്ല. അങ്ങനെയല്ല, രണ്ടുപേരും ഒരേ സമയം തന്നെ എഫേർട്ട് ഇടണം എന്നും നിർബന്ധമില്ല. രണ്ട് ടൈമിലാകാം. പക്ഷേ കഴിവതും, അതായത് ഒരാൾ അയാളെ ലെഫ്റ്റ് ഔട്ടായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യാതെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട് വറി, ഗോ ഫോർ ഇറ്റ്, ഗോ ഫൈറ്റ് ഫോർ യുവർ റിലേഷൻഷിപ്പ്, ലെറ്റ് ഇറ്റ് ബ്ലൂം. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡിൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഭംഗി, അതായത് കിൻസുഗി, അതിനെപ്പറ്റിയുള്ള വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഇവിടെ കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്സും കിൻസുഗി അർഹിക്കുന്നില്ല.